ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന ഇന്നത്തെ ഇൻട്രോയിൽ നമ്മൾ ചെടികളെയും പൂക്കളെയും മാത്രം സ്നേഹിക്കുന്നവരല്ല, പ്രകൃതിയെ സ്നേഹിക്കുന്ന, യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കാണ് കേട്ടോ. അപ്പോൾ പതിവിൽ വിപരീതമായിട്ട് ഇന്ന് പാട്ടും ഡാൻസൊക്കെ ആണല്ലോ തുടങ്ങുമ്പോൾ തന്നെ എന്ന് കരുതുന്നുണ്ടാവും അല്ലേ? വീട്ടുകാരെ കൂടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലാതെ ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ തൃശ്ശൂർ തന്നെ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ചെറിയ ട്രിപ്പായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളൊരു 18 പേരുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്രയിൽ. അപ്പോൾ പേഴ്സണലി 2023 ഞാനെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഒരു സുംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ഇങ്ങനെ വെച്ചടി കയറ്റായിട്ട് വന്നപ്പോൾ ഇനി വെയിറ്റ് കുറയ്ക്കണം, സുന്ദരി ആവണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുള്ളിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചത് ഒരു നമ്മുടെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാനായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ലച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ സുമി, അതിപ്പോൾ എൻ്റെയും കൂടെ ഫ്രണ്ടാണ്, സുംബ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സുംബയിലെത്തുന്നത്. അപ്പോൾ തടി കുറയുന്നുണ്ട് അതൊരു സൈഡിൽ, പക്ഷെ അതിനും നല്ലതായിട്ട് നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സുകളും അങ്ങനെ ഒരുപാട് നമുക്കിങ്ങനെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ പോകുന്ന ആ ഒരു 2 മണിക്കൂർ ലൈഫിലെ ഏറ്റവും റിലീഫായിട്ട് പോകുന്ന ആ ഒരു 2 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ വാചകടിയുടെ ഇടയിൽ നമ്മുടെ ഈ യാത്ര എങ്ങടാന്ന് പറഞ്ഞില്ല. നമ്മൾ ചിമ്മിണി ഡാമിലോട്ടാണ് പോകുന്നത്. തൃശ്ശൂർ ചിമ്മിണി ഡാം, അതിൻ്റെ അടുത്ത് ചൊക്കാന, അതുപോലെ തന്നെ കുറച്ച് വാട്ടർഫോൾസൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ വഴിയെ പറയാം കേട്ടോ, അതൊക്കെ കവർ ചെയ്ത് പോകണം. അപ്പോൾ പോകുന്ന വഴിയിൽ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചൊക്കാനയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചൊക്കാന പോയിട്ട് തിരിച്ച് ചിമ്മിണി പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങനെ ചൊക്കാനയിൽ പോകുന്ന വഴി നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിയിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ലച്ചും കുഞ്ഞാറ്റയൊക്കെ കാലത്ത് നേരത്തെ എണീറ്റതുകൊണ്ട് ചെറുതായി കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിയിൽ എവിടെയും നിർത്തണമായിരുന്നു. കാലത്ത് ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ദേ നമ്മുടെ കാട്ടു ബാൾസം എന്ന് പറയാം അല്ലേ, ഒരു പിങ്ക് കളർ ബാൾസം ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിറയെ പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിലെ ചെടിപ്രേമി ഒന്ന് ചെറുതായി ഉണർന്നു. അങ്ങനെ നമ്മുടെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഡ്രൈവർ സാജോ ബത്ലഹേം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ വണ്ടിയിലായിരുന്നു കേട്ടോ നമ്മൾ പോയിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഏറ്റവും മനോഹരമാക്കിയതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രൈവർ സാജോയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുമ്പോഴാണ് നമ്മളൊരു ചായക്കടയുടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മൾ വഴി ചോദിക്കാൻ നിർത്തിയിരുന്നു കേട്ടോ. അപ്പോഴാണ് ദേ ഇപ്പുറത്ത് നല്ലൊരു അടിപൊളി ഡൈഫൺ ബാക്കി അല്ലെങ്കിൽ ഡംകെയിൻ ഇങ്ങനെ പുള്ളിയും കുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്ലാൻ വീഡിയോയിലൊക്കെ ഇതുപോലെ റബ്ബർ തോട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നിൽക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എവിടെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയെന്ന്. പക്ഷേ ദേ നമ്മുടെ തൃശ്ശൂർ തന്നെ ഇതുപോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ പ്ലാന്റ് ഒന്നും ഞാൻ ഹണ്ട് ചെയ്യാൻ പോയില്ല, നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള പ്ലാന്റാണ്. പിന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ അത് അധികം എടുക്കാനൊന്നും ശ്രമിച്ചില്ല കേട്ടോ. പിന്നെ ഇത്തിരി വിഷാംശം ഉണ്ടെന്നും കൂടെ പറയുന്ന ഒരു ചെടിയായിരുന്നു, പറയുന്നല്ല ഉണ്ട്, അങ്ങനെയുള്ളൊരു ചെടിയായതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും തൊടാൻ പോയില്ല. അടുത്തത് നമ്മൾ ചായ കുടിക്കാൻ ദേ വണ്ടിയൊക്കെ നിർത്തി. അപ്പോൾ അതേ ഒരു ഗംഭീര തേരട്ട, നമ്മളിവിടെ തേരട്ട എന്നാണ് കേട്ടോ പറയാം, തേരട്ടേനെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഞാൻ കൂടാതെ വേറെയും ഒരുപാട് ചെടിപ്രേമികളുണ്ട്. എല്ലാവരും ദേ നമ്മുടെ ആ ബാൾസം കാടും പടലൊക്കെ പറിച്ച് വണ്ടിയിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചൊക്കാനയിലെ മനോഹാരിതകളിൽ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു 3 തൂക്കുപാലങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു തൂക്കുപാലം കാണാൻ നമ്മളെ നിർത്തി. അപ്പോഴാണ് ഗംഗേച്ചി ദേ യൂട്യൂബറേ ദേ ഒരാളിവിടെ പോകുന്നു വേഗം പിടിച്ചോ എന്ന് പറഞ്ഞത്. അപ്പോൾ ദേ അങ്ങോട്ട് നമ്മൾ വീഡിയോയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ധൈര്യം കൂടുതലുള്ളവർ നമ്മൾ തൂക്കുപാലത്തിൽ കയറാതെ പുറമേ നിന്ന് ഭംഗി കാണിച്ചു. ഞാൻ പിന്നെ ഒരു അപാര ധൈര്യശാലി ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഒന്ന് തെറ്റത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ നമ്മുടെ നിമലും നീരജൊക്കെ നല്ല ധൈര്യത്തിൽ കുറച്ചങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് പാലം ഒന്ന് കുലുങ്ങാത്ത സമയത്ത് കയറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ കിടക്കുന്ന മരം കണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തോ ഒരു ഓർക്കിഡ് അതുമ്പോൾ പിടിപ്പിക്കായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവരെയും പാലത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഏറ്റവും അവസാനം ഞാനും സുധമേമയും കൂടെ തൂക്കുപാലത്തിൽ നിന്നൊരു ചെറിയ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ചൊക്കാന വിട്ട് ചിമ്മിണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചൊക്കാനയിലെ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആനയും അതുപോലെ മാനമൊക്കെ ഇറങ്ങുന്ന, പ്രത്യേകിച്ച് ആന ഇറങ്ങുന്ന വഴിയാണ്. ഈ വഴികളിലെല്ലാം ഈ ഇലക്ട്രിക് ഫെൻസുകൾ, കറണ്ടിൻ്റെ വേലികൾ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ആനേനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് അവിടെയൊക്കെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൊക്കാന യാത്രയിൽ ആനേനെയോ വന്യമൃഗങ്ങളെയോ ഒന്നും കണ്ടില്ല. പശു മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ കാട്ടുപോത്തെന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ തമാശയൊക്കെ അടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു.
ചൊക്കാന വിട്ട് നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത ഒരു കിടിലൻ സ്പോട്ട് ഉള്ളത്. ചൊക്കാനയിലെ വെള്ളത്തിലിറങ്ങാനുള്ള ആഗ്രഹമായിട്ട് വന്ന് നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം കണ്ട പാടെ എല്ലാവരും ധൃതി പിടിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ലച്ചുവിനെയൊക്കെ ചേച്ചിമാർ കൂടെ ഉള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും വേഗം ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഞാനും പതുക്കെ ഇറങ്ങിട്ടോ. അപ്പോൾ ഈ ഒരു മരം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. നമുക്ക് മതിൽ പോലെ തോന്നുന്ന അതിൻ്റെ വേരുകൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജെസ്സിയും അതുപോലെ തന്നെ വാവയൊക്കെ നമുക്ക് ഈ മരത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്ന പോലെ ഭയങ്കര ഗൈഡുകളെ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നതിനുള്ളൊരു മതിലായിട്ടാണ് കേട്ടോ ആ ഒരു റൂട്ടിനെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അത്രയും ഹൈറ്റിൽ നല്ലൊരു മതിൽ പോലെ തന്നെയാണ് ആ റൂട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ടാളുടെയും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും മുന്നോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മളും പതുക്കെ വീഡിയോ ഒക്കെ പിടിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. വെള്ളം കണ്ടാൽ ഞങ്ങളല്ലാതെ ആവും എന്ന് പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് നമ്മുടെ വെള്ളക്കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിപ്പട്ടാളത്തിൻ്റെ അമ്മമാരും ഒക്കെ കൂടി തകർത്തു എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഇനി കാണുന്നത് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരി വരും കേട്ടോ. ഇത്രയും നമ്മളെ പ്രായ വ്യത്യാസമുള്ളവരൊക്കെ ഒരു കുട്ടികളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എൻ്റെ കുഞ്ഞാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങിലെ ഏറ്റവും മുതിർന്ന ആൾക്ക് ചിലപ്പോൾ ഒരു 55-60 വയസ്സുണ്ടായിരിക്കും. പക്ഷേ 4 വയസ്സുള്ള ആളും 55 വയസ്സുള്ള ആളും ഈ ഒരു പുഴയിൽ ഇറങ്ങിയപ്പോൾ ഒരേപോലെയായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുന്ന സമയത്ത് അധികം ഒഴുക്കൊന്നും ഇല്ലാണ്ട് എന്നാൽ അത്ര ശാന്തവുമല്ലാത്ത രീതിയിലായിരുന്നു ഈ ഒരു പുഴ ഒഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ നമ്മുടെ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാക്കിയിട്ടുള്ള കളികളായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ചുരുങ്ങിപ്പോവും. അപ്പോൾ നീന്താൻ അറിയുന്നവർ നീന്തി കളിക്കുന്നുണ്ട്, അല്ലാത്തവർ നീന്തൽ പഠിക്കുന്നുണ്ട്. കുഞ്ഞാറ്റിയും ലച്ചും അതുപോലെ അമ്മൂസും എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. കൂട്ടത്തിലെ ആൺതരികളായ അമലും നീരജൊക്കെ നീന്തി കളിക്കാൻ കേട്ടോ. അവർക്ക് രണ്ടുപേർക്ക് നല്ല പോലെ നീന്താൻ അറിയാം. അവരവിടെ നീന്തുന്ന തിരക്കിലാണ്. നമ്മുടെ ഗംഗേച്ചി ടീമൊക്കെ ഇതേ റീൽസ് എടുക്കാൻ വേണ്ടി നീരാടുവാൻ എന്നുള്ള പാട്ടൊക്കെ പാടി ഇങ്ങനെ വെറുതെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലു വാവ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മമാരാരും മോശമാക്കിയിട്ടില്ല. കുട്ടികളെക്കാളും ചെറിയ കുട്ടികളായിട്ടാണ് കേട്ടോ ഇവിടെ കുറേ പേരൊക്കെ വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക പ്രൈവസി ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ എല്ലാവരും ഒരു ഡാർക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും തോന്നാത്ത രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉരുളൻ കല്ലുകളായിരുന്നു കേട്ടോ ഈ ഒരു പുഴയാണെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ കരുതുന്നത് അതിൻ്റെ അടിയിലുണ്ടായിരുന്നത്. അപ്പോൾ കല്ലുകളൊക്കെ എടുത്ത് പറക്കി നോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്തും വെള്ളത്തിൽ നീന്താൻ ഹെൽപ്പ് ചെയ്തും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. നല്ല തണുത്ത വെള്ളം, കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല തണുത്ത വെള്ളമായിരുന്നു. അപ്പോൾ പ്രോപ്പർ ചൊക്കാനയിൽ ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ സാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതേപോലെ ടൂറിസ്റ്റ് വന്നവരാരോ നല്ല ഒഴുക്കുള്ള സമയത്ത് പുഴയിൽ ഇറങ്ങിയിട്ട് ഒഴുകിപ്പോയി അങ്ങനെ മരണപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ടൂറിസ്റ്റുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ വരുമ്പോഴൊക്കെയാണ് നമ്മുടെ സേജോ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നും പറഞ്ഞ് നമ്മളവിടെ കൊണ്ടിറക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട് വരെയൊക്കെ നിൽക്കുമ്പോൾ കാലിൻ്റെ മുട്ട് വരെയൊക്കെ വെള്ളമുള്ളൂ. കുട്ടികളെയൊക്കെ ഭയങ്കര സേഫായിട്ട് ഇറക്കാം. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കണ്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കൂടുതലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ, കാരണം കുറച്ച് വെള്ളമുള്ളതെങ്കിലും ചെറിയ രീതിയിലുള്ള ഒഴുക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നീന്തൽ അറിയാത്തവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങുക. കാരണം ഈ ഭാഗത്ത് വേറെ സെക്യൂരിറ്റി ഗാർഡുകളോ ആരുമില്ല. നമ്മൾ കൂട്ടമായിട്ട് നീന്തൽ അറിയുന്നവരാണെങ്കിൽ മാത്രം ഇറങ്ങുക. ഇതിപ്പോൾ കുറച്ച് വെള്ളമായതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റി. പക്ഷേ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല വെള്ളം. മലവെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയുണ്ടായിരുന്നു പണ്ട്. പക്ഷെ നമ്മുടെ ലച്ചുമൊക്കെ നിൽക്കുമ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ അത്ര പോലും വെള്ളമില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികളെയൊക്കെ നമ്മുടെ ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടുള്ള കളികളായിരുന്നു. അപ്പോൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് പതുക്കെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ മുകളിലോട്ട് കയറിട്ടോ. അപ്പോൾ കുറച്ച് ടീം ഇങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിള്ളേരെ കളിയൊക്കെ നോക്കി കുറേ നേരം നിന്നു. 12 മണിയായപ്പോൾ നമ്മൾ പതുക്കെ വെള്ളത്തിൽ നിന്ന് കയറിട്ടോ. നമ്മളിപ്പോഴും ചിമ്മിണി ഡാമിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സാധാരണ ടൂറൊക്കെ
പോകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുകയാണ് പതിവ്. നമ്മളങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കി കൊണ്ടുപോകാറൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ ഫുഡൊക്കെ ഏൽപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് കൊടുന്ന് നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി കൊടുത്ത് കഴിക്കുന്നതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകിയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നെടുത്ത് റബ്ബറിൻ്റെ പാല് ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ റബ്ബർ ഷീറ്റ് ഉണക്കാനിട്ടതും എല്ലാം നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ചിമ്മിണി ഡാമിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ചിമ്മിണി ഡാമിൽ വന്നിട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ദേ ചിമ്മിണി ഡാമിലോട്ട് എത്തി. താഴത്തോട്ട് വന്നപ്പോൾ ദേ ഇവിടെ ഒരു വള്ളിപ്പടർപ്പിലൊക്കെ ഊഞ്ഞാലാടാനും ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരുന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ ഡാമിൻ്റെ പരിസരത്ത് ഒരുപാട് ഊഞ്ഞാലുകൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. എല്ലാവർക്കും മുതിർന്നവർക്കും ചെറിയവർക്കും ഒക്കെ ആടാൻ പറ്റുന്ന നല്ല എന്താ പറയുക സ്ട്രെങ്ത് ഉള്ള നല്ല ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം അതിലൊക്കെ ഇരുന്ന് എല്ലാവരും ആടി രസിച്ചു. അതിനുശേഷം കൊട്ടവഞ്ചിയിൽ കയറാമെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറാൻ എനിക്ക് ഒട്ടും ധൈര്യം പോരാ. ലച്ചുവിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ധൈര്യം കൂടുതൽ കാരണം ഞാൻ ലച്ചുവിനെയും സമ്മതിച്ചില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഗംഗേച്ചി സബിതേച്ചി അങ്ങനെ കുറച്ച് ടീമൊക്കെ കൊട്ടവഞ്ചിയിൽ കയറി അവർ അടിപൊളിയായിട്ട് എൻജോയ്. അപ്പോൾ ചിമ്മിണി ഡാമിലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് ഈ കൊട്ടവഞ്ചിയിലെ യാത്ര. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളും പ്രായമായവരും എല്ലാവരും വന്ന് ഈ ഊഞ്ഞാൽ എന്താ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഇടുന്ന് ആടാൻ പറ്റുന്ന രീതിയിലുള്ള ഊഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചിമ്മിണി ഡാമിൻ്റെ പ്രകൃതി ഭംഗി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമുക്ക് പ്രകൃതിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും പോരാത്ത അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ചിമ്മിണി ഡാം. അപ്പോൾ തൃശ്ശൂർ ഇത്രയും അടുത്ത് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത്ര നാളായിട്ട് നമ്മളതൊന്നും കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇത്തിരി വിഷമമുണ്ടല്ലേ. അപ്പോൾ ഇനിയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിമ്മിണി ഡാമിലോട്ട് വരണം. ഒരു ദിവസം കൊണ്ട് നമുക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ഉച്ച നേരത്ത് വന്നായാലും തൃശ്ശൂരുള്ളവർക്ക് തിരിച്ചു പോകുന്ന അത്ര ദൂരമേ ഉള്ളൂ. ഒരു ചെറിയൊരു ട്രിപ്പ് ഫാമിലിയുടെ ഒപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചിയിൽ സാഹസിക യാത്രയ്ക്ക് ഗംഗേച്ചിയും രഹനത്തി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് അമ്മൂസാണ് കൂട്ടത്തിലൊരു കുട്ടിയായിട്ട് വണ്ടിയിൽ കയറിയിട്ടുള്ളത്. വണ്ടിയല്ല നമ്മുടെ വഞ്ചിയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നല്ല പോലെ തലയൊക്കെ കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. കൊട്ടവഞ്ചിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കറക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഈ ബോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ വഞ്ചിയിലൊക്കെ കയറുമ്പോൾ ചെറുതായിട്ട് തല ചുറ്റുന്ന പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപാടി തീർത്തും വേണ്ടാന്ന് കരുതിയതാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും നല്ല പോലെ ഊഞ്ഞാലാടി രസിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ ഡാമിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നടന്ന് കാല് കഴിക്കാനുള്ളതൊന്നും നമ്മുടെ ചിമ്മിണി ഡാമിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. സാധാരണ നമുക്ക് ഡാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നടന്നൊരു വിധമാവും. പക്ഷേ ചിമ്മിണിയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല കേട്ടോ. എല്ലാവരും നല്ല രസമായിട്ട് നടന്നു. ഈ ഡാമിൻ്റെ മുകളിൽ വന്നാലും നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് കണ്ടോ. നമ്മുടെ ആ ഒരു വീഡിയോയിലൊക്കെ ഒരു ക്ലാരിറ്റി കണ്ടോ. ആ ഒരു മേഘങ്ങളും മലനിരകളൊക്കെ അത്രയും ഭംഗിയായിട്ടാണോ നിൽക്കുന്നത്. അപ്പോൾ വെയിലുണ്ടായിരുന്നെങ്കിലും നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു ചൂടൊന്നും ആയിരുന്നില്ല. ലൈറ്റായിട്ടുള്ളൊരു ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ചൂടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഈ യാത്രയുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് തമാശകളൊക്കെ പറഞ്ഞ് എന്താ പറയുക, നമുക്ക് ഫാമിലിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും ചിലവർക്കെങ്കിലും കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, മൊത്തത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഫ്രീഡമാണ് മൊത്തത്തിൽ എല്ലാവർക്കും. ആ ഒരു ഫ്രീഡം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിമ്മിണി ഡാമിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു വാട്ടർഫോൾസ് കൂടി കാണാൻ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ചിമ്മിണി ഡാമിലൊക്കെ കറങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. ഇനി നമ്മൾ മരോട്ടിച്ചാൽ പോകാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര മരോട്ടിച്ചാലിലേക്ക് വെച്ച് പിടിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് മരോട്ടിച്ചാലും കുറച്ച് ദിവസം മുൻപുണ്ടായ നല്ല മഴ കാരണം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെയും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വാട്ടർഫോൾസ് മരോട്ടിച്ചാലും കഴിഞ്ഞ് കണ്ടുപിടിച്ചു കേട്ടോ. വള്ളൂർക്കുത്ത് വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. മരോട്ടിച്ചാലിൽ നിന്ന് അധികം ദൂരെ അല്ലാത്തൊരു വാട്ടർഫോൾസ് ആണ്. അധികം അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാട്ടർഫോൾസ് എന്ന് തന്നെ പറയാം. കുറച്ച് ഒരു സേഫായിട്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് പോവാം. എന്നാൽ നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കുകയും വേണം. ചില കുഴികളും ഗർത്തങ്ങളും ഒക്കെ ഉള്ള ഒരു വാട്ടർഫോൾസ് ആണ്. അപ്പോൾ ഒരു ഇത്തിരി ശ്രദ്ധ വേണം.
എന്നാൽ നമുക്ക് ഇത്തിരി സമാധാനത്തോടു കൂടി നിൽക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു വാട്ടർഫോൾസാണ് വള്ളൂർകുത്ത് വാട്ടർഫോൾസ്. അപ്പോൾ വെള്ളം കണ്ടാൽ നമ്മുടെ ടീം പഴയ പോലെ തന്നെ വെള്ളത്തിൽ ആർമാദിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ വാട്ടർഫോൾസിൽ എൻജോയ് ചെയ്തു. അതിനുശേഷം ഒരു 5 മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ചത്. അപ്പോൾ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 6:30-7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ നമ്മൾ ചിമ്മിനി ഡാമിലോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൂട്ടും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ നോക്കി വയ്ക്കുക. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോണിന് റേഞ്ച് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നെറ്റ് കിട്ടാണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പോകുന്ന ഏരിയയിൽ അധികം ഒന്നും ഹോട്ടലുകളോ അധികം നല്ല നമ്മൾ തീരെ കണ്ടില്ല ഹോട്ടലുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ വരുമ്പോഴത്തെ പോലെ തന്നെ തിരിച്ചുള്ള യാത്രയും നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാടിക്കൊണ്ട് കാറ്റാടി തണലെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഞാൻ പാടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ വല്ല പാട്ടാന്ന് ചിന്തിച്ച് പോകും. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഈ ഒരു ആക്ഷൻ കണ്ട് നിങ്ങൾ ഊഹിച്ചാൽ മതി ഏത് പാട്ടാണെന്ന്. അപ്പോൾ ഒരുപാട് വലിയ യാത്രകളൊന്നുമല്ല, നമുക്കൊരു കുഞ്ഞു യാത്ര വേണം എന്നാൽ അടിച്ച് പൊളിക്കും വേണം എന്നുള്ളവർക്ക് ചിമ്മിണി ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളും നമ്മുടെ വള്ളിക്കുത്ത് വാട്ടർഫോൾസ് ഒന്നും മിസ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണ്. ഒരിക്കലെങ്കിലും പോയി നമ്മൾ തൃശ്ശൂർക്കാർ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ഓണം വെക്കേഷൻ ഈ ടൂറോട് കൂടിയിട്ട് നമുക്ക് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഏറ്റവും നല്ലൊരു വെക്കേഷനായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. സാധിക്കുമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ലാത്ത ചെറിയ ചെറിയ ട്രിപ്പുകൾ നമ്മൾ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കൂടെയോ നൈബേഴ്സിൻ്റെ കൂടെയൊക്കെ പോകണം. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മൾ പണിയെടുത്താൽ മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ ഇതിൽ സന്തോഷം നമ്മൾ കരുതും ട്രിപ്പ് പോയ സന്തോഷമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരേ വൈബുള്ളവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരും. അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ പതുക്കെ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നൊന്ന് അകന്ന് നിൽക്കാനും അതേപോലെ തന്നെ ഈ ലൈഫിൽ നമുക്ക് ഏറ്റവും അധികം സമാധാനവും സന്തോഷമാണ് വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയാനൊക്കെ തുടങ്ങുന്ന സമയങ്ങളാണത്. അപ്പോൾ ആരോ പറഞ്ഞു വെച്ച പോലെ നമ്മുടെ സന്തോഷങ്ങൾ കുറച്ചൊക്കെ നമ്മൾ തന്നെ തേടി കണ്ടുപിടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും